മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോൾ ഇനി പെറ്റ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ പെറ്റ് ഹെൽത്തിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പെറ്റ് മെൻ്റൽ ഹെൽത്തും. നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്ന പെറ്റ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും ചെറിയൊരു അവബോധമെങ്കിലും ഉണ്ടാവുന്നത് നല്ല കാര്യമാണ്. സോ ഇന്നത്തെ വീഡിയോ പെറ്റ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. നമ്മുടെ വീഡിയോസിൽ 2 പ്രാവശ്യം നമ്മൾ ആനിമൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ഡോഗ്സിനെയും പോലീസ് ഡോഗ്സിനെയും അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യം സംസാരിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു മിലിറ്ററി ഡോഗ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ പല കൺട്രീസും അലൗ ചെയ്യുന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി ഫാമിലി ഡോഗ്സ് ആയിട്ട് അവരെ അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യാറില്ല. അതിന് കാരണം അവർക്ക് ചിലപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മെൻഷൻ ചെയ്തിരുന്നു. അതുപോലെ നമ്മൾ സെപ്പറേഷൻ ആൻസൈറ്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. അതും ഹ്യൂമൻ ഡിപ്രഷനായിട്ട് സാമ്യമുള്ള ഒരു ഡിസോർഡറാണ്. പലപ്പോഴും ബാഡ് ബിഹേവിയർ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ചീത്ത പറയുമ്പോഴും അല്ലെങ്കിൽ തല്ലുമ്പോഴും പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് അവരുടെ ഉള്ളിലുള്ള ചില മെൻ്റൽ സ്ട്രെസ് കൊണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത് അസുഖങ്ങളെയാണ്. കഠിനമായ വേദന, ചൊറിച്ചിൽ, ഇറിറ്റേഷൻ ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ടുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ കാരണം ഏതൊരു ആനിമലിനെയും ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാകും. പെറ്റ്സിന് പ്രത്യേകിച്ചും അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിക്ക് അവരത് കാണിക്കുന്നത് ചിലപ്പോൾ എഗ്രഷനായിട്ടോ അല്ലെങ്കിൽ ബാഡ് ബിഹേവിയർ ആയിട്ടോ ആയിരിക്കും. 30% ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് വേദന കാരണമാണ്. സോ ബിഹേവിയറൽ അബ്നോർമാലിറ്റി ആയി കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ അവർക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. വേദന എല്ലാ ജീവികളുടെയും മൂഡ് കൊളാക്കും, അത് പെറ്റ്സിൻ്റെ ആയാൽ കൂടെ. നമുക്കൊരു മെൻ്റൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാനും പ്രധാന പങ്ക് വഹിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷെ ഇവിടെ നമുക്കതൊരു ഓപ്ഷനേ അല്ല. ആകെക്കൂടെ നമുക്ക് ചെയ്യാവുന്ന കമ്മ്യൂണിക്കേഷൻ പെറ്റ് പാരൻസ് ആയിട്ടാണ്. അവരുടെ റൂട്ടീൻ, ഡയറ്റ്സ്, സോഷ്യലൈസേഷൻ ഇതൊക്കെ നമുക്ക് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ? പെറ്റ്സ് എസ്പെഷ്യലി ഡോഗ്സ് വളരെ റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആനിമലാണ്. സോ ഇവരുടെ ഈ റൂട്ടീനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡയറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഡയറ്റ് ചേഞ്ചസ് മിക്കപ്പോഴും അസുഖങ്ങളായിട്ട് റിലേറ്റഡ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് സോഷ്യലൈസേഷൻ. നന്നായി സോഷ്യലൈസ് ചെയ്യുന്ന ആനിമൽസ് സോഷ്യലൈസ് ചെയ്യുന്നത് കുറച്ചാലും സോഷ്യലൈസ് ചെയ്യാത്ത ആനിമൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നതും ബിഹേവിയറൽ ചേഞ്ചസിന് കാരണമായിട്ടാണ്. സോ നല്ല ഒബ്സർവൻ്റ് ആയിട്ടുള്ളൊരു പെറ്റ് പാരൻറ്റിനെ ഇത് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ഇനി മേജർ സോഴ്സ് ഓഫ് ഡയഗ്നോസിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. ഒരു പെറ്റ് ലവറിൻ്റെ ആൽഗരിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടു കാണാൻ സാധ്യതയുള്ള ഒരു പോസ്റ്ററാണ് ഇങ്ങനെ പല രീതിയിലുള്ള ബോഡി ലാംഗ്വേജസിനെ കൊണ്ട് ആ പെറ്റ് എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുള്ള പോസ്റ്റർ. അതിൽ മിക്കപ്പോഴും വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ മെൻഷൻ ചെയ്യുക. എല്ലാ ജീവികളും അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് ബോഡി ലാംഗ്വേജസിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു മാത്രം. നമുക്ക് 2 രീതിയിൽ ബോഡി ലാംഗ്വേജസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ കാമിങ് സിഗ്നൽസ് നോക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് വരുന്ന ചേഞ്ച് ഇൻ ബോഡി ലാംഗ്വേജ് നോക്കാം. ഈ സ്ട്രെസ് സിഗ്നൽസ് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒരു വെറ്റനറിയൻ അല്ലെങ്കിൽ ആനിമൽ ബിഹേവിയറിസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ബിഹേവിയറൽ ചേഞ്ചസ് ഒന്നുമില്ലാത്ത ഡോഗ്സ് തന്നെ പല സ്ട്രെസ് സിഗ്നൽസും ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വരുമ്പോൾ കാണിക്കും. വീട്ടിൽ വെച്ച് ഇങ്ങനെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന് വെയിൽ ഐ ആണ്. സാധാരണഗതിയിൽ നമ്മുടെ നായ്ക്കളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഭയങ്കര വലുതാണ്, പപ്പി ഐസ് എന്ന് പറയുന്ന പോലെ. അല്ലെങ്കിൽ ആനിമൽസ് നമുക്ക് ഭയങ്കര ക്യൂട്ടായി കാണുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. ഇവരുടെ ബോഡി ലാംഗ്വേജ് സ്ട്രെസ് റിലേറ്റഡ് ആകുമ്പോൾ ഇവർ കൂടുതലായിട്ട് വൈറ്റ് പോർഷൻ ഓഫ് ദ ഐ, സ്ക്ലീറ എന്ന് പറഞ്ഞ ആ വെള്ള ഭാഗം കൂടുതലായിട്ട് ഇവരുടെ കണ്ണിൽ കാണാൻ തുടങ്ങും. ഇതിനെയാണ് വെയിൽ ഐ എന്ന് പറയുക. ഇനി മറ്റൊരു സിംറ്റമാണ് ലിപ്പ് ലിക്കിങ്. വളരെ നോർമലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മളാണെങ്കിലും ചുണ്ടുകൾ എപ്പോഴും നനയ്ക്കാൻ ശ്രമിക്കും. നമുക്ക് ടെൻഷൻ ആവുന്ന സമയത്ത് പെട്ടെന്ന് വരളുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സെയിം കാര്യം തന്നെ ആനിമൽസും കാണിക്കും, എസ്പെഷ്യലി ഡോഗ്സ്. നമ്മൾ ചീത്ത പറയുന്ന സമയത്ത് പോലും ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും.
ഈ സെയിം സമയത്ത് തന്നെ അവർ കോട്ടുവായി ഇടാനും കൂടുതൽ ചാൻസ് ഉണ്ട്. പേടിക്കുമ്പോൾ ഏറ്റവും കോമൺ ആയി കാണുന്ന മറ്റൊരു സിംറ്റമാണ് വിറയലും. ഇനി ചില ഡോഗ്സ് ഹൈപ്പർ വിജിലൻ്റ് ആവാറുണ്ട്. ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് ഇരിക്കാതെ ഒരു റൂമിന് ചുറ്റോ അല്ലെങ്കിൽ വീടിന് ചുറ്റോ റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കാൻ തുടങ്ങുക, റൂം മൊത്തം സ്കാൻ ചെയ്ത് നടക്കുക, ഇതൊക്കെയാണ് ഈ ഹൈപ്പർ വിജിലൻ്റ് ഡോഗിൻ്റെ സിംറ്റംസ്. ഇങ്ങനെ ഹൈപ്പർ വിജിലൻ്റ് ആയിട്ടുള്ള ഡോഗ്സിനെ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ടത് അവർക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻ്റ് ആണ്. നമ്മളൊരു ഡോഗ് ബ്രീഡിനെ വാങ്ങിക്കുന്നതിന് മുന്നേ നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിന്, നമ്മുടെ വീടിന്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ബ്രീഡാണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വർക്കിംഗ് ക്ലാസ് ബ്രീഡ്സിനെ കൊണ്ട് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഡോഗ്സ് ആയിട്ട് വളർത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ ഇവർ ഈ സിംറ്റംസ് ഒക്കെ കാണിക്കും. വർക്കിംഗ് ക്ലാസ് ഡോഗ്സിന് അവരുടെ എനർജി എപ്പോഴും റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനത്തെ ഡോഗ്സിന് നമ്മൾ അപ്പാർട്ട്മെന്റിൽ വളർത്താൻ ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും, എപ്പോഴും ഒരു മൂഡി ആയിരിക്കും. ഒരുപാട് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് വരാനുള്ള ഒരു പ്രധാന കാരണം തന്നെയായി മാറും അത്. ഫ്രസ്ട്രേഷൻ, ബോർഡം, ഇതൊക്കെയാണ് ഇതിന് റീസൺസ് ആവുക. ഇതുപോലെ തന്നെ നമ്മുടെ ന്യൂറോളജി ആയിട്ട് വളരെ സിമിലർ ആണ് ഡോഗ്സിൻ്റെ ന്യൂറോളജിയും. ഡോപ്പമിൻ, സെറട്ടോണിൻ, ഇതൊക്കെ തന്നെയാണ് ഡോഗ്സിലുള്ള ഹാപ്പി ഹോർമോൺസും. സോ ന്യൂറോളജി സിമിലർ ആണെന്ന് പറയുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന മെൻ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ തന്നെ ഡോഗ്സിനും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഒരർത്ഥം ഉണ്ടല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡോഗ്സിൽ കാണാൻ സാധ്യതയുള്ള ചില മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഡോഗ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ട് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ വരുന്ന വീഡിയോകൾ വഴിയോ ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.